വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട അഖ്ലാഖിലെ കുറച്ച് മോഡൽ ചോദ്യങ്ങൾ പരിചയപ്പെടാം. ആദ്യ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 1. ഒരു പകുതി മരണമാണ്. ഒരു പകുതി മരണം അതേതാണ്? മുകളിലുണ്ട് ഉറക്കം. 2. ഈമാനിൻ്റെ പകുതിയാണ്. അത്തഹൂർ ഷത്രുൽ ഈമാൻ എന്നാണ്. അതായത് ശുദ്ധി ഈമാനിൻ്റെ പകുതിയാണ്. വൃത്തി എന്ന് കാണാം ബ്രാക്കറ്റിൽ. വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. 3. നാം അറിവ് പഠിക്കുന്നത്. എന്തിനാണ് നാം അറിവ് പഠിക്കുന്നത്? അതുപോലെ ചെയ്യാനാണ്. ഇനി 4. മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ. മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായത് ആരാണ്? അവരിൽ സ്വഭാവം നന്നായവരാണ്. 5. കയ്പുള്ളതാണെങ്കിലും നീ ഡാഷ്. അതിൻ്റെ അറബിയും പഠിച്ചു വെക്കണം കേട്ടോ. കയ്പുള്ളതാണെങ്കിലും നീ സത്യം മാത്രം പറയുക. ഖുലിൽ ഹഖ വ ഇൻ കാന മുർറൻ എന്നാണ് അതിൻ്റെ അറബി വാക്ക്. അത് നമുക്ക് ഒരു പാഠത്തിൽ കാണാം. കൊള്ളക്കാരെ നല്ലവനാക്കിയ ബാലൻ എന്നുള്ള ആ പാഠത്തിൽ. 6. ഇബിലീസിൻ്റെ ഇഷ്ടവിനോദമാണ്. അതേതാണ്? നമീമത്ത്. അടുത്ത പ്രവർത്തനം ശരിയായ പ്രസ്താവനകളെ തിരഞ്ഞെടുത്ത് എഴുതാം. 1. പുരുഷൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത്. അത് ശരിയാണോ തെറ്റാണോ? പുരുഷൻ, അത് ശരിയാണ്. പുരുഷൻ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങരുത്. 2. പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. അത് ശരിയാണോ തെറ്റാണോ? പുരുഷവേഷം അണിയുന്ന സ്ത്രീയെ, അത് ശരിയാണ്. നബി തങ്ങൾ ശപിച്ചിട്ടുണ്ട്. 3. കോപം വരുമ്പോൾ ക്ഷമ പാലിക്കണം. കോപം വരുമ്പോൾ ക്ഷമിക്കല്ല ചെയ്യേണ്ടത്. അതും ശരിയാണ്. ഇനി 4. പരദൂഷണം പറയുമ്പോൾ കേട്ടു നിൽക്കണം. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പരദൂഷണം കേൾക്കുമ്പോൾ കേട്ടു നിൽക്കരുത്. അടുത്ത പ്രവർത്തനം 2 വീതം എഴുതാം എന്നുള്ളതാണ്. 1. സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ. സൽസ്വഭാവിക്കുള്ള ലക്ഷണങ്ങൾ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1 എന്താണ്? പരസ്പരം സ്നേഹിക്കുക, അതുപോലെ ബഹുമാനിക്കുക. 3. പുഞ്ചിരിക്കുക. 4. സഹായിക്കുക, അതുപോലെ നല്ലത് മാത്രം പറയുക തുടങ്ങിയതാണ് നല്ല സൽസ്വഭാവികളുടെ ലക്ഷണങ്ങൾ. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങൾ. എന്തൊക്കെയാണ് ദേഷ്യം അടക്കാനുള്ള മാർഗം? 1. ആദ്യം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. പിന്നെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക, അതുപോലെ ഇരിക്കുന്നവനാണെങ്കിൽ കിടക്കുക. 3. വുളൂ ചെയ്യുക. ഇതൊക്കെ ദേഷ്യം അടക്കാനുള്ള മാർഗങ്ങളാണ്. 3. ഭക്ഷണ മര്യാദകൾ. ഭക്ഷണം കഴിക്കുമ്പോൾ ചെയ്യേണ്ട മര്യാദകളിൽപ്പെട്ടത് 2 എഴുതുക. 1. ആദ്യവും അവസാനവും 2 കൈയും വായും കഴുകുക. 2. ഇരിക്കുക. ഇനി വേണമെങ്കിൽ ബിസ്മി ചൊല്ലുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന മര്യാദകളാണ്. വലത് കൈ കൊണ്ട് തിന്നുക. ഇനി 4. നല്ല കൂട്ടുകാരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? 1. സത്യം പറയുക. 2. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. 3. വാക്ക് പാലിക്കുക. 4. നന്മ കണ്ടാൽ
പ്രോത്സാഹിപ്പിക്കുക. 5 തെറ്റുകൾ കണ്ടാൽ തിരുത്തി കൊടുക്കുക. 6 നല്ല കാര്യങ്ങളിൽ സഹായിക്കുക. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. 1. പഠനശേഷി കുറയുമെന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. ആർക്കാണിത്? ആർക്കാണ് അങ്ങനെ ഉണ്ടാവുക? ഉത്തരം വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്നവർക്ക്, അവർക്കാണ് പഠനശേഷി കുറയാൻ. 2. അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. ആരിലേക്ക്? ഉത്തരം അഹങ്കാരമായി വസ്ത്രം നിലത്ത് വലിച്ചിഴക്കുന്നവനിലേക്ക് അന്ത്യനാളിൽ അള്ളാഹു നോക്കുകയില്ല. അതിൻ്റെ ഒരു അറബിയുണ്ട്. മൻജറ സൗബഹു ഹുയലാ ലാ യൻദുറുല്ലാഹു ഇലൈഹി യൗമൽ ഖിയാമ. 3. ഗുസ്തിയിൽ ജയിക്കുന്നവനേക്കാൾ വലിയ ശക്തനാണ് ആര്? ഉത്തരം കോപം വരുമ്പോൾ സ്വയം നിയന്ത്രിക്കുന്നവനാണ്. 4. നമീമത്ത് എന്നാൽ എന്താണ്? എന്തിനാണ് നമീമത്ത് എന്ന് പറയാം? ഉത്തരം ഒരാൾ പറഞ്ഞത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. 5. അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും. ആരെ? ഉത്തരം ദേഷ്യം നിയന്ത്രിച്ചവനെ അള്ളാഹു അന്ത്യനാളിൽ ശിക്ഷയിൽ നിന്ന് കാക്കും. അടുത്തത് പൂരിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ലാ യശ്റബന്ന ഡാഷ് ഖായിമൻ ഫമൻ ഡാഷ് ഫല്യസ്തഖി. ലാ യശ്രിബന്ന അഹദും മിൻകും ഖായിമൻ ഫമൻ നസിയ ഫല്യസ്തഖി. 2. അൽഹംദുലില്ലാഹില്ലദി ഡാഷ് വ ഇലൈഹിൻ നുശൂർ. എന്താണ്? അൽഹംദുലില്ലാഹില്ലദി അഹിയാനി ബഅദമ അമാതനി വ ഇലൈഹിൻ നുശൂർ.